നാളെ ഞാൻ തിരിച്ചു പോയിക്കോളാം. സത്യമാണോ നീ പറയുന്നത്? ഇനി ഞാൻ കാരണം ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല. എന്നെക്കുറിച്ച് ഓർത്ത് ആരും വിഷമിക്കേണ്ടിയും വരില്ല. എല്ലാം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. വേദേ, നിന്റെ ഇത്തരം വർത്തമാനങ്ങൾ കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ആദ്യം കൂടുന്നത്. എന്താ നിന്റെ മനസ്സില്? വല്ലാത്തൊരു ശാന്തത. എന്റെ ജീവിതത്തെക്കുറിച്ച് ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഞാൻ കാരണം ഇനി ആരും സങ്കടപ്പെടാൻ പാടില്ല. വേദേ, നീ ഗിരിയുടെ ഭാര്യയായിട്ട് സന്തോഷത്തോടെ കഴിയണമെന്നാ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. നിനക്കതിന് കഴിയും. അറിയാച്ച, എല്ലാം എനിക്കറിയാം. ഇതുവരെ ഞാനൊരു സ്വപ്നലോകത്തായിരുന്നു. അവിടെ ഞാനും കുറെ ആഗ്രഹങ്ങളും മാത്രമായിരുന്നു. അതായിരുന്നില്ല ശരിയെന്ന് വൈകിയാ ഞാൻ മനസ്സിലാക്കിയത്. എന്റെ അനുഭവങ്ങൾ എന്നെ ഒരുപാട് പഠിപ്പിച്ചു. ഇനിയൊരു തെറ്റ് എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അച്ഛൻ പോയി കിടന്നുറങ്ങിക്കൊള്ളൂ. ഇപ്പോഴാ മോളെ ഞങ്ങൾക്ക് ആശ്വാസമായത്. ഗിരിയുമായിട്ട് ഞങ്ങൾ വീണ്ടും സംസാരിക്കാം. അവൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. നാളത്തെ ദിവസം നിനക്കുള്ളതായിരിക്കും. താങ്ക് യു അച്ഛാ, താങ്ക് യു വെരി മച്ച്. ഇതെന്താ ഇവിടെ? അതോ ഈ നേരത്ത്? എന്തായിരിക്കും കാരണം? ഊഹിക്കാൻ പറ്റുമോ? ഇല്ല, ഒന്നും പിടിയിട്ടുന്നില്ല. അവിടെ എങ്ങനെയുണ്ട്? ആ തടിച്ചിയും ഗിരിയൊക്കെ ഹാപ്പിയല്ലേ? പിന്നെ അവരാ വീട് മാറുന്ന തിരക്കില്ല. വാസ്തു ഞാനൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. വേദ പുറത്തായതോടെ ഞാനും ഏതാണ്ട് പുറത്തായ മട്ട. എനിക്കും ഇപ്പൊ ആ വീട്ടിൽ ഒരു വിലയുമില്ല. എന്റെ കൂടെ നിൽക്കണ്ടായിരുന്നുവെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യത്തിന് വേണ്ടി നിന്നത്. അതിലൊരു കുറ്റബോധം എനിക്കില്ല. എന്നാ എനിക്കിപ്പോ നല്ല കുറ്റബോധം തോന്നുന്നുണ്ട്. ഞാൻ ചെയ്തു കൂട്ടിയതൊക്കെ തെറ്റായിരുന്നോന്നൊരു ചിന്തയല്ല, അതാണ് ശരി. തോറ്റുപോകുന്ന എല്ലാവർക്കും തോന്നുന്നൊരു തോന്നലില്ലേ? അതാ ഇപ്പൊ എന്റെ ഉള്ളില്. അതിന് വേദ തോറ്റെന്നാരാ പറഞ്ഞത്? അതിനി ആരെങ്കിലും പറഞ്ഞു തരണോ? സത്യമല്ലേ അത്? എല്ലാം കീഴടക്കാൻ വന്ന ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തായില്ലേ? ആദ്യം നീലന്റെ ജീവിതത്തിൽ നിന്ന്, ഇപ്പോ ആ വീട്ടിൽ നിന്ന്. നിനക്കറിയാവോ ഗൗരി, എന്റെ വീട്ടുകാർക്ക് പോലും എന്നോടിപ്പോ ഒരു മതിപ്പില്ല. എല്ലാം എന്റെ തെറ്റാണെന്നാ അവര് പോലും പറയുന്നത്. ഒന്നോർത്താ അതാ ശരി. ഞാനൊരു വലിയ തെറ്റാ. വേദ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്ത് വന്നാലും കുലുങ്ങാതെ നിന്നിരുന്ന ആളാണല്ലോ. ആ ധൈര്യമൊക്കെ ഇപ്പൊ എവിടെ പോയി? ധൈര്യമൊക്കെ അവിടെ തന്നെയുണ്ട്. പക്ഷെ യാഥാർത്ഥ്യം അത് നമ്മളെ കണക്കിലെടുത്തല്ലേ പറ്റൂ ഗൗരി. ഞാനൊരു മിസ്ഫിറ്റാണ്, പേഴ്സണൽ ലൈഫിലും അല്ലാതെ. തോറ്റുവെന്ന് വ്യക്തമായ സ്ഥിതിക്ക് എന്താ ചെയ്യേണ്ടത്? അത് അംഗീകരിക്കണം. അംഗീകരിച്ചു. എന്നെ എന്റെ എല്ലാ കുറവുകളോടെയും ഞാൻ അംഗീകരിച്ചു. വേദ, അതെ ഗൗരി, ഞാനിപ്പോ ഭയങ്കര സന്തോഷത്തിലാ. ഒരാൾ അവന്റെ പരിമിതികൾ സ്വയം തിരിച്ചറിഞ്ഞാൽ, തിരിച്ചറിഞ്ഞ് തിരുത്താൻ തയ്യാറായ പിന്നെ സന്തോഷമല്ലേ ബാക്കിയുണ്ടാവും.
രണ്ടുപേരും എങ്ങോട്ടാ മുങ്ങിയത്? അറിയില്ല. അന്വേഷിച്ചില്ലേ? ഇല്ല. എന്നോട് നീ നുണയെന്ന് പറയണ്ട. നിനക്കറിയില്ലേ അവരെവിടെ ഉണ്ടെന്ന്? അറിയാം. എന്നിട്ടെന്താ നീ ആ വിവരം പോലീസിനോട് പറയാതിരുന്നേ? താല്പര്യമില്ലാത്തത് കൊണ്ട്, അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട്. എടാ, മരിച്ചിരിക്കുന്നത് നിന്റെ ഭാര്യയാ. അത് തന്നെ ഞാനും ചോദിക്കുന്നേ. എന്റെ ഭാര്യ മരിച്ചിട്ട് എനിക്കില്ലാത്ത ദുഃഖം നിനക്കെന്തിനാ? അപ്പോ വേദ മരിച്ചതില് നിനക്ക് ഒരു ദുഃഖവും ഇല്ലേ? ഇല്ല. ആരും പിടിച്ചു തല്ലിക്കൊന്നൊന്നും അല്ലല്ലോ, സ്വയം ചെയ്തതല്ലേ. എടാ, നീ ഇത്രയും ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ മനസ്സിലായല്ലോ. നീയേ അനുഭവിക്കാൻ പോവാ. അവളെ കെട്ടിയപ്പോഴേ കുറെ അനുഭവിച്ചതല്ലേ, ഇനി എന്തനുഭവിക്കാനാ? നീ വിചാരിക്കുന്നുണ്ടോ നീലിനെ സ്വാധീനം പോലീസ് പിടിക്കില്ലെന്ന്? വിചാരിക്കുന്നുണ്ട്. അവരെ തൊടാൻ പോലും പോലീസിന് പറ്റില്ല. അപ്പോ ജീവിതകാലം മുഴുവൻ ഒളിവിൽ കഴിയാന്നായിരിക്കും അവരുടെ വിചാരം. അതെ, അത് അവരോട് ചോദിക്കണം. ഓരോന്നും പറഞ്ഞ് പ്രകോപിപ്പിക്കുമ്പോ അറിയാതെ അവര് താമസിക്കുന്ന സ്ഥലം ഞാൻ പറയുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വെറുതെയാ. നിനക്കേ നിരാശപ്പെടേണ്ടി വരും. പിന്നെ വേദയുടെ മരണം, ഇതുവരെ ബോഡി കിട്ടാത്ത സ്ഥിതിക്ക് ആ മരണത്തിൽ എന്തോ ദുരൂഹതയുണ്ടെന്നാ എന്റെ തോന്നൽ. ഒരുപക്ഷെ മറ്റുള്ളവരെ പറ്റിക്കാൻ അവളൊരു മരണം ക്രിയേറ്റ് ചെയ്തതാവാനും വഴിയുണ്ട്. പിന്നെ മരണം ക്രിയേറ്റ് ചെയ്യല്ലേ? വേദ ആ പാലത്തിൽ നിന്ന് എടുത്ത് ചാടുന്നത് കണ്ടവരുണ്ട്. നല്ല ആഴമുള്ള പുഴയാ. താഴെ എത്തുന്നതിന് മുമ്പ് വേദ മരിച്ചു കാണും. ഞാൻ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാം, മൃതദേഹം കിട്ടട്ടെ. അതൊന്നും കിട്ടാൻ പോകുന്നില്ല. കടലാപ്പുറത്ത്. അതിപ്പോ കടലിലെത്തിക്കാണും. പാവം വേദ. നീയൊക്കെ കൂടിയ വേദയുടെ ജീവിതം തകർത്തത്. ഞാൻ എന്ത് ചെയ്തെന്നാ? പഴയതൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത്. കാല് പിടിച്ച് പറഞ്ഞതാ ഞാൻ, ഈ കല്യാണം വേണ്ട വേണ്ടാന്ന്. കേട്ടില്ല. ഞാനും വേദയും തമ്മിലുള്ള കല്യാണം നടത്തണമെന്ന് നിനക്കായിരുന്നല്ലോ നിർബന്ധം. സ്വന്തം കൂടപ്പിറപ്പായ എന്നെക്കാളും നീ സ്നേഹിച്ചത് അവളെയാ. നീയൊക്കെ കൂടി തകർത്തതേ അവളുടെ ജീവിതമല്ല, എന്റെ ജീവിതമാ. ഭാഗ്യത്തിന് ഇപ്പോഴാ ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. മരണത്തിൽ നിന്ന് അത്ഭുതകരമായ വേദ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. പണ്ട് ഭ്രാന്താശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നില്ലേ, അതുപോലെ. അങ്ങനെ വന്നാലും അവളെ ഇനി ഞാൻ സ്വീകരിക്കുന്ന പ്രശ്നമില്ല. അവളെ ഞാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞു, എല്ലാ അർത്ഥത്തിലും. വേദേ തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. ആ പാവം മരിച്ചു. അത് സത്യമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് നീയൊക്കെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് മാത്രമാണ് സത്യം. നമ്മൾ പോലീസിനെ മാത്രം വിശ്വസിച്ചെന്ന് അവരെ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാധീൻ നീല് മുങ്ങി എന്നുള്ളത് നേരാ. വിവരം അറിഞ്ഞപ്പോ തന്നെ അവരുടെ അച്ഛൻ അവരെ മാറ്റി. നമ്മുടെ പിള്ളേരും അന്വേഷിക്കട്ടെ. പോലീസിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് യാതൊരു ആനുകൂല്യവും കിട്ടില്ല. അതിനുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചതയ്ക്കണം. പ്രാണം പോകുമ്പോ എന്റെ മോൾ അനുഭവിച്ച വേദന അവരും അറിയണം. അമ്മ ഇത് പറഞ്ഞില്ലെങ്കിലും ഞങ്ങളത് ചെയ്യും. പാവം എന്റെ മോള്. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു അവൾക്ക്. ആ നീൽ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. എല്ലാം എന്റെ തെറ്റാ. നീലിനെ മതിയെന്ന് അവൾ വാശി പിടിച്ചപ്പോ അത് സമ്മതിച്ചാൽ മതിയായിരുന്നു. സിനിമാ നടനാണെന്ന് ഒറ്റ കാരണം പറഞ്ഞ് നമ്മൾ അതിനെ എതിർത്തു. അന്ന് അത് സമ്മതിച്ചിരുന്നെങ്കിൽ അവളിപ്പോ ജീവിച്ചിരിക്കുമായിരുന്നു. അച്ഛാ, ഞാൻ ഹാർബറിൽ പോയിരുന്നു. കടലിൽ പോയ ബോട്ടുകളൊക്കെ കടൽ മുഴുവൻ അരിച്ചു പറക്കിയിട്ടുണ്ട്. അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇനി അല്ല, ചിലപ്പോ അങ്ങനെ സംഭവിക്കാം. എന്താ അത്? അല്ല, ആ പുഴയിലും ധാരാളം പാറയും പാറയിടുക്കുകളൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിലെങ്ങാനും അമ്മ എന്റെ അമ്മ ഇങ്ങനെ കരയില്ല. അമ്മ
ആരാ? വേദ, പേയിങ് ഗസ്റ്റ്. ഓ, ഫോണിൽ വിളിച്ച. അതെ. ഞാൻ പ്രൊഫസറെ വിളിക്കാം. ചേട്ടാ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വേദ അല്ലേ? അതെ സാർ. മറ്റു കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടെ തന്നെ പറഞ്ഞിരുന്നല്ലോ. ഇവിടെ ഞാനും എൻ്റെ സിസ്റ്ററും മാത്രമാണ് താമസം. കോളേജിൽ പഠിപ്പിക്കാൻ പോകാത്തതുകൊണ്ട് മുഴുവൻ സമയവും ഞാൻ ഇവിടെ തന്നെ കാണും. ഞാനും. അല്ല, കുട്ടി എന്തോ തീസിസ് തയ്യാറാക്കാൻ വേണ്ടിയാണെന്നല്ലേ പറഞ്ഞത്? അതെ. എന്താ സബ്ജക്റ്റ്? എങ്ങനെ നല്ല മരുമകളാകാം, കേരളത്തിലെ അമ്മായിയമ്മ മരുമകൾ ബന്ധത്തിലെ മാറ്റങ്ങളും കാരണങ്ങളും. അതാണ് വിഷയം. വെരി ഗുഡ്. സമൂഹത്തിന് നല്ല പ്രയോജനം ചെയ്യുന്ന വിഷയമാണ്. ഏട്ടൻ ഫിസിക്സിലായിരുന്നു ഡോക്ടറേറ്റ്. ഭയങ്കര ബ്രില്യന്റ് ആള്. അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റി ചേട്ടനെ വിളിച്ചതാ, പോയില്ല. ഓ. എനിക്കെന്റെ നാടും ഈ വീടും ഒന്നും വിട്ടുപോകാൻ പറ്റില്ല. നമ്മളെ വളർത്തി വലുതാക്കി ഇത്രയാക്കിയതില് നമ്മുടെ വീട്ടുകാർക്ക് മാത്രമല്ല, ഈ നാടിന് ഒരു പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാ ഞാൻ. ഞാനും സാറിനോട് യോജിക്കുന്നു. ഇവിടെ സ്വന്തം വീട് പോലെ വേദയ്ക്ക് ഉപയോഗിക്കാം. വേദ, എന്ത് നല്ല പേര്. വേദങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. സാരമില്ല, ഇനി സമയമുണ്ട്. മളു, വേദയ്ക്ക് മുറി കാണിച്ചു കൊടുക്ക്. വരൂ. സാറ് മാരീഡ് അല്ലേ? അല്ല, മുഴുവൻ സമയവും പഠിപ്പും ഗവേഷണവും. കുടുംബം വന്നാ അതിനൊന്നും സമയം കിട്ടില്ലെന്നാ ഏട്ടന്റെ തിയറി. ഒന്നാലോചിച്ചാ അതും ശരിയാ. ഇപ്പോ പുതിയ എന്തോ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ചേച്ചിയോ? ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞോ? എങ്ങനെ കഴിക്കാനാ? ഞാൻ കെട്ടിപ്പോയാ ഏട്ടന് പിന്നെ ആരാ ഉള്ളത്? ജോലിക്കൊന്നും പോവാതെ ഞാൻ ഏട്ടന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് അങ്ങോട്ട് കൂടി. സത്യം പറയാലോ, കല്യാണം കഴിക്കാത്തതിൽ എനിക്ക് ഒരു സങ്കടവും ഇല്ല, നിരാശയും. കാരണം ഏട്ടനെ ഞാൻ അത്രയധികം ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. വേദയ്ക്ക് ആരൊക്കെയുണ്ട്? എല്ലാരും ഉണ്ട്, എന്നാ ആരുമില്ല. അതെന്താ? അതങ്ങനെയാ. ഞാൻ പോലും അതൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. സാരമില്ല, ഇനി ഞങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് വേദയുടെ മുറി. എന്നാ സെറ്റിലായിക്കോളൂ. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാ മതി. ശരി. അന്ന് ഞങ്ങൾ വന്നപ്പോ നിങ്ങൾ പറഞ്ഞു അവരെവിടെയുണ്ടെന്ന് അറിയില്ലാന്ന്. ഇനി അങ്ങനെ പറയില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം അവരെ സുരക്ഷിതമായി ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ അറിവോടെയാണ്. എന്നാര് പറഞ്ഞു? അതെന്തിനാ സാർ അറിയുന്നത്? മര്യാദയ്ക്ക് സ്ഥലം പറഞ്ഞു തന്ന നമുക്ക് ഈ പ്രശ്നം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഗൗരി, ഇത് ഞാനാ, വേദ. അത് ഇതിന്റെ പുതിയ നമ്പറാ. പഴയ നമ്പറും ഫോണും ഞാൻ കളഞ്ഞിട്ടാ പോന്നത്. ആത്മഹത്യ ചെയ്യുന്നവർക്ക് എന്തിനാ ഫോൺ? പിന്നെ ഗൗരി, ഞാൻ വന്ന് പെട്ടിരിക്കുന്ന ഈ വീടില്ലേ, എല്ലാം കൊണ്ടും എനിക്ക് പറ്റിയ സ്ഥലം തന്നെയാ ഇത്. എന്ത് സ്നേഹമുള്ള ആളുകളാണെന്നറിയോ ഇവിടെ.
ഗവേഷണത്തിന് വന്നതാണെന്നാ ഞാൻ പറഞ്ഞത്. ഭാഗ്യത്തിന് ഇവിടെയുള്ളവരത് വിശ്വസിച്ചു. കുറച്ചു ദിവസം ഞാനിവിടെ സുഖിച്ചു കഴിയും, എന്നിട്ടേ ഞാൻ പ്രത്യക്ഷപ്പെടൂ. അതെ, ഇതാണ് നമ്പർ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ വിളിച്ചാ മതി. അത്യാവശ്യം ഉണ്ടെങ്കിലേ വിളിക്കാവൂ, കേട്ടോ? ശരി, ഞാൻ വിളിച്ചോളാം. വെച്ചോ. എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചതാ. നിങ്ങളൊക്കെ നല്ല ആളുകളാണെന്ന് പറയുകയായിരുന്നു. ഒരു ഗവേഷകയ്ക്ക് വേണ്ട ഏറ്റവും പ്രധാന ഗുണം എന്താണെന്നറിയോ? നിരീക്ഷണ പാടവം. ചുറ്റുമുള്ള സാഹചര്യങ്ങളെയും വസ്തുക്കളെയും നിരീക്ഷിച്ച് അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുമ്പോഴേ ഒരു ഗവേഷകയാവും. ശരിയാണോ ഞാൻ പറഞ്ഞത്? അതെ. ഈ വീട്ടിൽ വന്നപ്പോ എന്താ വേദയ്ക്ക് മനസ്സിലായത്? ഈ വീട്ടിന്റെ പ്രത്യേകതകളെ കുറിച്ചാ ഏട്ടൻ ചോദിച്ചത്. അത് നല്ല വീടാ. വേറെ? വേറെ ഈ വീട്ടിൽ ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം പോലും ഇല്ല. TV ഇല്ല, റേഡിയോ ഇല്ല, ഫോണും ഇല്ല. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അത് ഞങ്ങളുടെ തെറ്റല്ല. ഫിസിക്സിലാണ് ഡോക്ടറേറ്റ് എടുത്തതെങ്കിലും ഇലക്ട്രോണിക്സ് ഐറ്റങ്ങളോട് എനിക്ക് തീരെ താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യം ഇവിടെ താമസിക്കുന്നവരും ചെയ്യാൻ പാടില്ല. വേദ ഫോൺ ഉപയോഗിച്ചതിനെ കുറിച്ചാ ഏട്ടൻ സൂചിപ്പിച്ചത്. ആ ഫോൺ തരൂ. അത് തരൂ. കൊടുക്ക് വേദ. ഏട്ടനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. മാളു, ആ ചുറ്റിക ഇങ്ങെടുത്തേ. ഓഹോ, ഇതിന്ന് വരുന്ന തരംഗങ്ങൾ മനുഷ്യന്റെ തലച്ചോറിന് എന്തുമാത്രം ദോഷമാണെന്നറിയാമോ? ഫിസിക്സ് പഠിച്ച എനിക്കതറിയാം. മാളു, ദാ വരുന്നേട്ടാ. ദാ. എന്ത് പണിയായി കാണിച്ചത്? എന്റെ കയ്യിൽ വേറെ ഫോണില്ല. എന്തിനാ ഫോൺ? എനിക്ക് ആരെങ്കിലും ഒന്ന് വിളിക്കണമെന്ന് തോന്നിയാ എന്ത് ചെയ്യും? വിളിക്കണമെന്ന് തോന്നരുത്. കാരണം അത് ഈ വീടിന്റെ നിയമങ്ങൾക്കെതിരാണ്. ഈ വീട്ടിൽ ഇതുപോലെ പല നിയമങ്ങളുണ്ട്. എല്ലാം വഴിയെ നിനക്ക് മനസ്സിലായിക്കൊള്ളും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിയമങ്ങൾ അനുസരിക്കാനുള്ളതാണ്. തെറ്റിക്കാൻ നോക്കിയ കടുത്ത ശിക്ഷ കിട്ടും. ന്യൂട്ടന്റെ 3ാം ചലന നിയമം അറിയാമല്ലോ. ഓരോ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ, ബാക്കി പറയൂ, തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. അതാണ്. അപ്പൊ ശ്രദ്ധിക്കുക. ഇനിയും പല പാഠങ്ങളും എന്നിൽ നിന്ന് പഠിക്കാനുണ്ടാവും. എന്താ സാവിത്രി? ഞാനൊരു സ്വപ്നം കണ്ടു. വേദ അവള് മരിച്ചിട്ടില്ല. അവള് ഈ സിറ്റി തന്നെ ഉണ്ട്, ഒരു വീട്ടില്. ആ വീടിന്റെ മുൻഭാഗം തെളിഞ്ഞപ്പോഴേക്കും ഞാൻ ഉണർന്നു പോയി. നീ കിടക്ക് സാവിത്രി. ശരിക്കും ഉറങ്ങാത്തോണ്ടാ ഇങ്ങനെയൊക്കെ കാണുന്നത്. അല്ല,
അല്ലെങ്കിൽ നിങ്ങൾ പറ, എന്തുകൊണ്ടാ അവളുടെ... സാവിത്രി, കടലിലൊരു ബോഡി ചെന്നാ എനിക്ക് കേക്കണ്ട. കടലും പുഴയും അവള് രക്ഷപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവൾ ഇങ്ങോട്ട് വരാത്തത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ചിലപ്പോ നമ്മളെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയാണെങ്കിലും പണ്ടും അവൾ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ. പറ്റിക്കാൻ വേണ്ടി തന്നെയാ. അവള് വരും, ഉടനെ വരും. നീ കിടക്ക് സാവിത്രി. എനിക്ക് ഉറങ്ങുമൊന്നും വേണ്ട. എന്റെ എല്ലാ വിഷമവും മാറി. ഇത്രയും ദിവസം ഞാൻ എങ്ങനെയാ കഴിച്ചു കൂട്ടിയെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഇപ്പോ ആശ്വാസമുണ്ട്. അച്ഛാ, അമ്മേ, എന്താ അച്ഛാ പ്രശ്നം? നാളെ ഡോക്ടറെ ഒന്ന് കാണണം. അമ്മയുടെ അവസ്ഥ പറഞ്ഞ് മരുന്ന് വാങ്ങണം. ശരി അച്ഛാ, എന്തേലും പറഞ്ഞാൽ മതി. ശരി. എനിക്ക് ഒരു അസുഖമില്ല. നിങ്ങളെല്ലാരും കൂടി എന്നെ ഒരു രോഗിയാക്കി മാറ്റാതിരുന്നാ മതി. എനിക്കറിയാം, ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ല എന്ന്. എന്റെ ഉറക്കക്കെറുക്കായിട്ടാണ് നിങ്ങൾ അതിനെ കാണുന്നത്. എന്റെ സമനില തെറ്റിയെന്ന് പോലും നിങ്ങൾ വിചാരിക്കുന്നില്ലേ? എന്നാൽ അതൊന്നുമല്ല. ഞാൻ പറഞ്ഞതാ സത്യം. പെറ്റ തള്ളയാ ഞാൻ. എന്റെ മോള് വരും, ഉറപ്പായിട്ടും വരും. എന്റെ മോള് മരിച്ചിട്ടില്ല. നീ കിടക്ക് സാവിത്രി. കിടക്ക്. ആ, An object is produced by a network. എവിടെ പോകുന്നു? ഞാൻ വെറുതെ കാറ്റുകൊള്ളാൻ. ആ, എന്നാ വാ, നമുക്ക് ഒരുമിച്ച് കൊള്ളാം. വാ. ഡേ, എന്നെ മണ്ടനാക്കാൻ നോക്കരുത്. ഒന്നും അല്ലെങ്കിലും ഞാനൊരു ഫിസിക്സ് അധ്യാപകനല്ലേ. ആ വിഷയത്തിന്റെ ഗുണം ഞാൻ കാണിക്കാതിരിക്കോ? 10ാം ക്ലാസ് തൊട്ട് ഇന്ന് വരെ 100-ൽ 100 മാർക്കാ ഏട്ടന് ഫിസിക്സിന്. അതിന് ഞാനെന്ത് വേണം? ഇതുപോലുള്ള വിവരദോഷം കാണിക്കാതിരിക്കണം. നീ രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഞാനുള്ളപ്പോ അത് നടക്കില്ല. നിങ്ങൾ രണ്ടാളും ഉറങ്ങാറില്ലേ? ഉറങ്ങേ? ഞങ്ങളോ? ഒരു ഫിസിക്സ്കാരന്റെ മനസ്സ് ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. എപ്പോഴാ എന്താ ഈ ലോകത്ത് സംഭവിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. അന്ന് ആ ആപ്പിൾ മരത്തിന്റെ ചോട്ടില് ന്യൂട്ടൻ ഇരിക്കാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ എങ്ങനെ ഭൂഗുരുത്വാകർഷണ ബലം കണ്ടുപിടിക്കുമായിരുന്നു?